ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊറോട്ടയാണ്. പൊറോട്ട ഞാൻ 3 തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് കാണിച്ചു തരുന്നത്. ഇപ്പം നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കാം. ആദ്യം ഞാനിപ്പം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പം നല്ലോണം ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. നമുക്ക് കാണാം അത് ഫുള്ള് അത്രയും സ്ഥലവും നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മൾ 1 കിലോ മാവിൻ്റെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് 3 രീതിയിൽ നിങ്ങൾക്ക് ലെയറാക്കി എടുക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം വീശി അടിക്കുന്നതും അല്ലാതെ അടുക്കി വെച്ചിട്ട് ചെയ്യുന്നതും കട്ട് ചെയ്തെടുക്കുന്നതുമാണ് 3 രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ 1 കിലോ മൈദ മാവും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാവ് കുഴയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലെ മോതിരമോ വളയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക, എന്നാലേ നമുക്ക് നല്ലതായിട്ട് കുഴയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. എന്നിട്ട് നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കുക. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന കണക്ക് 1 കിലോ മാവിൻ്റെ കണക്ക്, അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ചെയ്തോളൂ. ഇതിപ്പോൾ മുട്ട ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുക്കുന്ന 1 കിലോ മാവിന്. ഇപ്പോൾ വെജിറ്റേറിയൻകാരാണെങ്കിൽ മുട്ടയ്ക്ക് പകരം പാലിലേ കുഴയ്ക്കാവുള്ളൂ. അപ്പം വെജിറ്റേറിയൻകാർ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ മുട്ടയ്ക്ക് പകരം പാൽ ഉപയോഗിക്കണം. അപ്പോൾ 2 മുട്ടയാണ് 1 കിലോ, 1/2 കിലോയ്ക്ക് 1 മുട്ട. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ആ മാവിന് ആവശ്യമുള്ള ഉപ്പ്. ഇപ്പം ഷുഗർ ഈ ചുമ്മാതെ പൊറോട്ട തിന്നുന്നവർക്ക് ഷുഗർ ഏറെ ഇടാം. ഇല്ലെങ്കിൽ ഞാനിപ്പം ഒരു 2 സ്പൂണ് 2.5 സ്പൂൺ, ചെറിയ സ്പൂണാണ്, അപ്പം 2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അതിൽ കുറച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരു പിഞ്ച് സോഡ പൗഡർ അത്രേ ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം കൂടുതൽ സോഡ പൗഡർ ഇട്ടാൽ പൊറോട്ടയുടെ കളറ് മാറിപ്പോവും. ഇതിപ്പോൾ നമ്മൾ കുഴച്ച് വെക്കുന്നില്ല, അന്നേരം തന്നെ ഉണ്ടാക്കുവാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ കുഴച്ച് വെക്കുന്നതാണെങ്കിൽ സോഡ പൗഡർ ഇട്ട് കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കുഴയ്ക്കുന്നതിലാണ് മെയിൻ കാര്യം. നിങ്ങൾ കുഴച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം, എന്നാലേ നമുക്ക് നല്ല പൊറോട്ട കിട്ടത്തുള്ളൂ. അല്ലാതെ കുഴച്ച് വെക്കേണ്ട ആവശ്യങ്ങളൊന്നുമേ ഇല്ല. നല്ല പൊറോട്ട ഇടണം, നല്ലോണം കുഴച്ചെടുത്താൽ മാത്രം മതി. നല്ലോണം അത് എല്ലാ മാവും ഇങ്ങനെ ചേർത്ത് എടുത്തിട്ട് കുറച്ച് വെള്ളം തെളിച്ച് നല്ലോണം കുഴച്ചെടുക്കുക. നമുക്ക് കയ്യിലിട്ട് നല്ല തേച്ച് കുഴച്ചെടുക്കണേ. ഇപ്പം ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ തേച്ച് ആ കൗണ്ടർ ടോപ്പിലിട്ട് തേച്ച് നല്ലോണം കുഴച്ചെടുക്കണം. നമ്മൾ നല്ലതായിട്ട് നല്ല ഒരു സോഫ്റ്റ്നെസ് വരണം. എന്നാൽ ഇതിന് വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. അതിൻ്റെ കറക്റ്റ് അളവായിരിക്കണം. ഇങ്ങനെ നിങ്ങൾ ഉരുട്ടി ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. നല്ലതായിട്ട് തേച്ച്, എന്നാലേ ഇത് നമ്മൾ ഈ തേച്ചെടുക്കുന്നതാണ് നമ്മുടെ ആ ഒരു പൊറോട്ടയ്ക്ക് നല്ലൊരു മയവും വരും. ഇപ്പം നോക്കി കണ്ടാൽ തൊട്ട് താന്ന് പോകുന്ന തരത്തിൽ അങ്ങനെ ഇരിക്കണം അതിൻ്റെ മാവ്. ഇനിയിപ്പോൾ ഈ മാവ് നമുക്കൊരു 5 മിനിറ്റ് വെക്കാം, 5-10 മിനിറ്റ് വെച്ചാൽ മതി. കുറച്ച് എണ്ണ മേലെ തൂത്തിട്ട്, നല്ലതായിട്ട് എണ്ണ മേലെ തൂത്തിട്ട് വേണം നമ്മൾ ഈ മാവ് കുഴച്ചത് എടുത്ത് വെക്കാൻ. ഇനി ഇതിൻ്റെ മേലെ നമ്മളൊരു നനഞ്ഞ തുണി എടുത്ത് വെച്ച് കൊടുക്കണം. കാരണം മാവ് ഡ്രൈ ആവരുത്, നനഞ്ഞ തുണി. ഇത് നമ്മൾ ഒത്തിരി നേരം വെച്ചേക്കുന്നൊന്നുമില്ല, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചാൽ മാത്രം മതി. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ നല്ലോണം കുഴച്ച്, പക്ഷേ ഇതിന് മുന്നേ ഒന്ന് ഓർക്കണം, നല്ലോണം കുഴച്ച് വെക്കണമെന്നേ ഉള്ളൂ. നനഞ്ഞ തുണി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം. ഇനിയിപ്പോൾ ഈ തുണി നമ്മൾ മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്ത് ബോൾസ് ഇങ്ങനെ എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് എത്രയാണ് മാവെന്ന് ആവശ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തള്ളവിരൽ ഇങ്ങനെ അകത്തോട്ട് വെച്ച് നല്ല പ്രഷർ അകത്തോട്ട് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ബോൾസ് ഉരുട്ടിയെടുക്കാൻ. കാരണം ഈ എയർ ഇരുന്നാൽ നമുക്ക് വീശി അടിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അതിനാണ് ഈ നല്ലോണം പ്രഷർ നമ്മുടെ കൈയുടെ വിരലിൻ്റെ പ്രഷർ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. ഇപ്പോൾ ഇതുപോലെ ബോൾസ് ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ട് സൈഡിൽ വെക്കുക നമ്മൾ.
ഇപ്പം നമ്മൾ ബോൾ പിടിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ആ ബോൾ എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് ഒന്ന് നമ്മുടെ ഈ കൈവെള്ളം വെച്ച് ഒന്ന് ഒരു പരത്തി പരത്തി വെക്കുക. പരത്തി വെച്ചാൽ നമുക്ക് വീശാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഈ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ, അത് വെച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പരത്തി ഒന്നിന് മേലെ ഒന്നായിട്ട് പരത്തിയിടുക. അപ്പോൾ ഇത് ഞാൻ വീശി അടിക്കുന്ന ഫോർമുല പറയുന്നത്, അല്ലാത്തുള്ളത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ പരത്തി ഇപ്പോൾ എണ്ണ ഉള്ളതുകൊണ്ട് ഒട്ടത്തില്ല. നല്ലോണം എണ്ണ തേച്ച് തന്നെ വേണം നിങ്ങൾ പരത്തിയെടുക്കാൻ. അങ്ങനെ ഒന്നിന് മേലെ ഇങ്ങനെ ഇട്ട് വെക്കുക. ഇപ്പം എല്ലാം ഞാനിതുപോലെ പരത്തിയിട്ടിട്ടുണ്ട്. പരത്തിയിട്ടാലും ശരി അതിൻ്റെ മേലെ നനഞ്ഞ തുണി ഇട്ടേക്കണേ. നനഞ്ഞ തുണി ഇട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ പരത്തിയ മാവ് എടുത്തിട്ട് കയ്യിൽ നമ്മുടെ കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മളിനി അത് വീശാൻ പോവാണ്. സൈഡെല്ലാം കുറച്ചൊന്ന് വലിച്ചു വിട്ടിട്ട് സെൻറ്ററിൽ അധികം പിടിക്കേണ്ട, കാരണം ഇത് കട്ടായി പോവും. എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീശിയെടുക്കും. കാരണം നല്ല പ്രഷർ കൊടുക്കണം, അത് തന്നെ നല്ല പ്ലേസ് വേണം വീശിയെടുക്കണേൽ. പിന്നെ ഇപ്പോൾ അതിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് അടിച്ചു കൊടുക്കും. ഇപ്പം ഞാനിത് രണ്ടായിട്ട് മുറിക്കുന്നില്ല. രണ്ടായിട്ട് മുറിക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഇതിപ്പം ഞാൻ ഒരെണ്ണമായിട്ട് തന്നെ അങ്ങ് എടുക്കുവാണ്. ഇങ്ങനെ എടുത്ത് വെക്കുക. ഇനി അടുത്തത് ഞാൻ പരത്തിയിട്ടത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡ് നമ്മളിങ്ങനെ കുറച്ച് എണ്ണ വെച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് സൈഡ് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ അങ്ങനെ പിടിച്ച് വേണം എടുക്കാൻ. എന്നിട്ട് നല്ലോണം അടിച്ചു കൊടുക്കുക. അതുപോലെ ചുറ്റി എല്ലാം അങ്ങനെ ചുറ്റി എടുത്ത് വെക്കുക. അടുത്തത് ഇപ്പം ഞാൻ അതുപോലെ മാവെടുത്ത് ഇത് ഞാൻ 2 എണ്ണം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, ചെറിയ 2 പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇതുപോലെ സൈഡെല്ലാം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നല്ലോണം അടിച്ചിട്ട് നമ്മളതൊന്ന് അതൊന്ന് വലിച്ചു കൊടുത്തിട്ട് കുറച്ച് എണ്ണയൊന്ന് തളിച്ച് കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ച് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് 2 പൊറോട്ട കിട്ടും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 1 കിലോയിൽ ഒത്തിരി പൊറോട്ട കിട്ടുമേ. ഇപ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എടുക്കാനല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ വലുതോ ചെറുതോ ഒന്നും നോക്കിയില്ല. എൻ്റെ എളുപ്പം, എൻ്റെ ഈസി ഏതായിട്ടിരിക്കുമോ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ ചെറുത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഒരു ബോളിൽ നിങ്ങൾക്ക് 2 പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വീശാത്ത പൊറോട്ട എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ബോൾസാക്കി വെച്ചിട്ടില്ലേ, ഇതിന് നമ്മൾ കുഴച്ചെടുക്കുവാണെങ്കിൽ ഇതിന് ബോൾ നമ്മൾ എണ്ണയിലൊന്നും മുക്കി വെക്കുകയൊന്നും വേണ്ട. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ നല്ലോണം റൗണ്ടിൽ പരത്തിയെടുക്കുക. പൊടി തൂകി റൗണ്ടിൽ പരത്തിയെടുക്കുക. ഇതിന് എണ്ണ വേണ്ട. എണ്ണയിട്ട് നമുക്ക് പരത്താൻ പറ്റത്തില്ല. അതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക റൗണ്ടിൽ. ഇത് നമ്മൾ ഒന്നിന് മേലെ ഒന്ന്, ഇത് 8 വേണേ വെക്കാം, 10 വേണേ വെക്കാം. അങ്ങനെ അടുക്ക് നിങ്ങൾക്ക് എത്രയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. 10 കൂടുതൽ വെക്കണ്ട കേട്ടോ. 10 കൂടുതൽ വെച്ചാൽ എടുക്കാൻ അത് ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾ ഇതിങ്ങനെ പരത്തി വെച്ചിട്ട് കുറച്ച് അതിൻ്റെ അടുത്ത സൈഡിൽ തന്നെ കുറച്ച് മൈദ തൂക്കി, കാരണം ഇത് നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ നല്ലോണം അതിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മൈദമാവ് തൂക്കി കൊടുക്കണം. നമ്മൾ സമൂസയ്ക്കൊക്കെ ഷീറ്റ് ഉണ്ടാക്കത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആക്കി വെക്കുക. ഇനി അതേപോലെ അടുത്ത ബോൾ എടുത്തിട്ട് ഇതുപോലെ ഇതേ അളവൊന്നും നോക്കണ്ട കേട്ടോ, കാരണം മൈദമാവ് ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മേലെ വെച്ച് ഒന്ന് വലിച്ചു കൊടുത്താലേ അത് നിങ്ങൾക്ക് അതിനോട് ചേർന്ന് വരും. നല്ലോണം റൗണ്ടിൽ പരത്തിയെടുത്തത് നമുക്ക് അതിൻ്റെ മേലെ വെക്കാനാണ്. ഇപ്പം നിങ്ങൾ അത് വെക്കുന്ന സമയത്ത് നിങ്ങൾ താഴെ മൈദാമാവ് ഇട്ടതിന് ശേഷമാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ അതിൽ ഒട്ടിപ്പിടിക്കുക. അപ്പം ഇങ്ങനെ പരത്തി നമ്മൾ ആ നേരത്തെ എണ്ണയും പൊടിയും തൂകി വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങളൊരു 10 ഷീറ്റെങ്കിലും അങ്ങനെ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 8 എണ്ണം അങ്ങനെ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടോ, അങ്ങനെ വലിച്ചു കൊടുത്താലേ അങ്ങ് വരും, കറക്റ്റ് റൗണ്ട് വരും.
അങ്ങനെ നമുക്ക് ഒരു 10 ഷീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമ്മൾ 10ാമത്തെയാണ് വെച്ച് കൊടുക്കുന്നത്. 10ാമത്തെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് എണ്ണ മാത്രം തൂത്ത് വെച്ച് കൊടുത്താൽ മതിയേ. നല്ലോണം എണ്ണ തൂത്ത് ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. അധികം നേരമൊന്നും വെക്കണ്ട, കാരണം ഇത് നമ്മൾ സോഡ പൗഡർ ഇട്ടത് കൊണ്ട് വെക്കണ്ട. ഇപ്പം നമ്മൾ എല്ലാം 10 ഷീറ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നില്ലേ, ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് വീശാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിപ്പം നമ്മൾ പതുക്കെയാണ് അത് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പം നമ്മൾ ഏറ്റവും മുകളിലിരിക്കുന്ന ആ ഒരു ലെയർ എടുത്തിട്ട് കൈവച്ച് പതുക്കെ പൊട്ടിപ്പോയാലൊന്നും പ്രശ്നമില്ല, നിങ്ങൾ മൈദ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. കൈവച്ച് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. നല്ലതായിട്ട് വലിയുന്ന കണ്ടിരുന്നില്ല, ഇങ്ങനെ വലിച്ച് അത് ഇടയ്ക്ക് പൊട്ടിയാലും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, അത് മൈദയോടൊന്ന് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വലിച്ച് കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇച്ചിരി വലുതായിട്ടിരിക്കും, അത് അങ്ങോട്ടങ്ങ് വലിക്കണം. അപ്പം തന്നെ നല്ല നീളം കിട്ടും, നിങ്ങൾക്ക് നല്ല ലെയർ കിട്ടും. ഇപ്പം ഇത് ഇച്ചിരി സ്ഥലം വേണം, അതാണ് മെയിൻ. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കുക, നല്ലതായിട്ട് ചുറ്റിയെടുക്കുക. കണ്ടോ, നമ്മുടെ ആ വീശിയ പൊറോട്ട പോലെ തന്നെ അതിൻ്റെ മേലെ എണ്ണ തേച്ചിട്ട് വേണം വെക്കാൻ. എപ്പോഴായാലും എണ്ണ അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും പെട്ടെന്ന്. അതേപോലെ തന്നെ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ ഒന്നുകൂടെ പതുക്കെ വലിക്കുക. കണ്ടോ, എന്ന് പതുക്കെ വലിച്ചു കൊടുക്കുക. നിങ്ങൾ പൊട്ടിയാലൊന്നും പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല. അത് മാവിനോടങ്ങ് ചേർന്നോളും. ഇത് ലെയർ ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക്. അങ്ങനെ പതുക്കെ വലിച്ചു കൊടുത്താൽ ലാസ്റ്റ് വലുതായിട്ട് വരുന്നത് അങ്ങോട്ട് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല നീളത്തിൽ കിട്ടും, അത്രയും ലെയർ കിട്ടും നമുക്ക്. അപ്പം ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അടുത്ത മെത്തേഡാണ് കാണിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ അതേപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നമ്മൾ ഒരു ഷേപ്പിലാക്കി ഒന്ന് കൊടുക്കുക. ഇപ്പം ഞാൻ 2 രീതിയിലുള്ളത് പറഞ്ഞു നിങ്ങളോട്, ഒന്ന് വീശിയതും ഒന്ന് വീശാത്തതും. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചെറുത് വേണേൽ ചെറുത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വലുത് വേണേൽ വലുത്. ഇതിന് നല്ല ലെയർ കിട്ടുവേ, കാരണം നമ്മൾ ഓൾറെഡി ലെയർ വെച്ചിട്ടുണ്ട്, ഇനി ചുറ്റുന്നത് കൊണ്ട് അങ്ങനെ ആകുമ്പോൾ നല്ല ലെയർ ആയിരിക്കും. ഇങ്ങനെ വലിച്ച് നമ്മുടെ ഇത് പൊട്ടത്തൊന്നുമില്ല, നിങ്ങൾ വലിച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഭയങ്കര ഒത്തിരി ലെയറായിട്ട് കിട്ടും നമുക്കിത്. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതോ അത് ചെയ്യുക. മാവ് നല്ല രീതിയിൽ കുഴയ്ക്കുക. ഇപ്പോൾ ഇങ്ങനെ ചുറ്റി വെച്ചാലും മേലെ എണ്ണ തൂത്തിട്ട് വേണം വെക്കാൻ. ഇപ്പോൾ അത് ചെറിയ പൊറോട്ടയായിട്ടേ വരത്തുള്ളൂ, കാരണം ചെറിയ രീതിയിലല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളത് വീതി കൂട്ടി കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, അങ്ങനെ ചുറ്റി ഇതുപോലെ എണ്ണ മേലെ തേച്ച് എടുക്കുക. അപ്പോൾ ഇതാണ് ഇനിയൊരു രീതി. ഇപ്പം നമ്മൾ വീശി വെച്ചിരുന്നില്ലേ, ചുറ്റി വെച്ചിരുന്നില്ലേ, അതാണ് ഇനിയും ചൂടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ അത് ചുറ്റി വെച്ചിരുന്ന കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് നമുക്ക് എത്ര വലിപ്പത്തിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പരത്തി കൊടുക്കുക. തവ വെച്ച് കൊടുക്കുക സ്റ്റൗവിൽ. അത് ചൂടാകുമ്പോഴത്തേനും നമ്മളിത് പരത്തിയെടുക്കുക. എണ്ണ തൂത്ത് വേണം പരത്താൻ, അപ്പം നല്ല രീതിയിൽ നമുക്ക് പരത്താൻ പറ്റും. ഇപ്പം തവയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു കൊടുക്കുക. അത് ഒരു സൈഡായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പം നിങ്ങൾക്ക് ഡാൽഡയും വേണമെങ്കിൽ ഓയിലൂടെ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ മാത്രം ഞാൻ ഓയിൽ മാത്രമാണ് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുന്നത്. ഞാനൊന്നും മിക്സ് ചെയ്തിട്ടില്ല. ഇങ്ങനെ തേച്ചെടുക്കുക. ഒത്തിരി നേരം തവയിൽ ഇട്ടേക്കേണ്ട നമ്മുടെ പൊറോട്ട, കാരണം കട്ടിയായി പോവേ. ഇപ്പം നമ്മുടെ പൊറോട്ട ആയിട്ടുണ്ട്, നമുക്ക് എടുത്തേക്കാം. ഇപ്പം നമ്മൾ 2 ചുട്ട് അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നല്ലോണം അടിച്ചടിച്ചെടുക്കണം.
ഇതാണ് മെയിൻ ഘട്ടം കേട്ടോ ഇതിന്റെ. ഇതാ നമ്മുടെ ലെയറൊക്കെ വരുന്നുണ്ടോ, നല്ല ചൂടായിരിക്കും കണ്ട. നല്ല ലെയർ പൊറോട്ട കണ്ടോ എല്ലാവരും, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ലെയർ പൊറോട്ട വെച്ചു. ഇനി നമുക്ക് അടുത്തത് ചുട്ടെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത പൊറോട്ട ഇല്ലേ, പിന്നെ റൗണ്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്ത്, പിന്നെ കത്തി വെച്ച് കട്ട് ചെയ്ത് നമ്മൾ ചുറ്റിയെടുത്ത പൊറോട്ടയാണ് ഈ ചുട്ടത്. അത് ഒത്തിരി ലെയർ കിട്ടും നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. നോക്കി, ആ പൊറോട്ടയാണിത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇത് കട്ട് ചെയ്തെടുത്ത പൊറോട്ട. ഇത് നമ്മൾ അടിച്ചതാണ്, നല്ല പൂ പോലുള്ള പൊറോട്ട. ഇപ്പൊ എല്ലാരും കണ്ടല്ലോ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇത് പൊറോട്ടയുടെ കൂടെ ഞാനൊരു മുട്ട മസാലയും ഒരു കൊച്ചുള്ളി ഇട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചിക്കൻ കറിയുടെ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയിൽ നമുക്ക് ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.